സഭാ കുടുംബത്തിനൊന്നാകെ വേദനയുണ്ടാക്കിയ ആ വിടവാങ്ങലിലേക്ക് കടക്കാം. തിരുമേനി കാലം ചെയ്യുന്നത് 1902 നവംബർ 2 തീയതിയാണ്. ഏറ്റവും അടുപ്പമുള്ള ഒരു ശിഷ്യനായ ഫാദർ കൊച്ചുകോശി അല്ലെങ്കിൽ കൊച്ചുകോശി അച്ഛൻ ആ സമയത്ത് തിരുമേനി അല്പം ക്ഷീണാവസ്ഥയിലൊക്കെ ആയതുകൊണ്ട് തിരുമേനിയെ കാണാൻ വന്നു. ആ സമയത്ത് പക്ഷേ തിരുമേനി പെട്ടെന്ന് പറഞ്ഞു അച്ഛനോട് അത്ര നല്ല സുഖം തോന്നുന്നില്ല, ഒരു ക്ഷീണം ഒക്കെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് കൊച്ചുകോശി കത്തനാർ ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. ഗുരുവായ തിരുമേനി പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അത് എഗ്രി ചെയ്ത് കൂടെ താമസിച്ചുകൊണ്ട് തിരുമേനെ ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഒട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാർ തിരുമേൻ്റെ ക്ഷീണാവസ്ഥ കേട്ടറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കത്തക്ക രീതിയിൽ എന്ത് സഹായം കൊടുക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിനായിട്ട് പരുവലയിലെത്തി. തിരുമേനിക്ക് കുറേ നാളുകളായിട്ട് പലതരത്തിലുള്ള അസുഖം ഉണ്ടായിരുന്നെങ്കിൽ പോലും കിട്ടാവുന്ന എല്ലാ വൈദ്യസഹായവും ലഭ്യമാക്കിയെങ്കിൽ പോലും തിരുമേനി ദിവസത്തിന് ക്ഷീണം വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടുവന്നവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. തിരുമേനിക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താൻ വിളിക്കപ്പെടുന്ന ദിവസത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ടായിരുന്നു. അത് അടുപ്പമുള്ളവരോട് തിരുമേനി അത് നേരത്തെ തന്നെ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പുലിക്കോട്ടിൽ തിരുമേനി തൻ്റെ പിൻഗാമിയായിട്ട് കണ്ടിരുന്ന ഒരുപക്ഷെ ശിഷ്യനെ പോലെയോ അനുജനെ പോലെയോ മകനെ പോലെയോ കണ്ടിരുന്ന പരുമല തിരുമേനിയുടെ രോഗവിവരം അറിഞ്ഞ് ഹതാശയനായിട്ട് എന്നാൽ വളരെ വിഷമത്തോടെ തൻ്റെ പിൻഗാമിയായിട്ട് താൻ കരുതിയിരുന്ന തിരുമേനിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ടായെന്ന് കേട്ട് കോട്ടയത്തു നിന്ന് പരുമലയിലേക്ക് പാഞ്ഞെത്തുകയും സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ അടുത്തിരുന്നുകൊണ്ട് പരിചരിക്കാനും നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും അദ്ദേഹം കടന്നു വന്നു. അപ്പം തിരുമേനി ഇങ്ങനെ വേദനയിൽ പുളയുന്ന കാഴ്ചയൊക്കെ കണ്ട തിരുമേനിയുടെ കണ്ണിൽ കൂടെ കണ്ണുനീര് ഇടമുറിയാതെ പൊഴിഞ്ഞുകൊണ്ടിരുന്നു എന്നാണ് മലയാളത്തിൽ എഴുതപ്പെട്ട ജീവചരിത്രത്തിൽ കാണുന്നത്. കുറേ നാളുകളായിട്ട് തിരുമേനിക്ക് അൾസർ രോഗമുണ്ടായിരുന്നു. അത് പെട്ടെന്നുണ്ടായതൊരു രോഗമൊന്നുമല്ല. കാര്യം അതിശക്തമായിട്ടുള്ള നോമ്പും അതിശക്തമായിട്ടുള്ള ഉപവാസവും ദൈവത്തിന് വേണ്ടി ഇച്ചിരി ഭക്ഷണം പിടിഞ്ഞാലും അതിൽ കൂടെ കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ട് അദ്ദേഹം കൂടുതൽ മുൻതൂക്കം കൽപ്പിച്ചിരുന്നത്. അങ്ങനെ അതിൽ കൂടെ ഉണ്ടായ അൾസർ പെട്ടെന്നൊന്നും മാറാൻ പറ്റത്തില്ല. തിരുമേനി ഒരുപക്ഷെ ഡോക്ടർമാർ പറഞ്ഞതായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും താല്പര്യം ദൈവത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതിനായിരുന്നു തിരുമേനിക്ക്. മരുന്നുകളൊക്കെ ചെയ്തിട്ടും ശരിയായ രീതിയിലുള്ള ഒരു ഫലം ഉണ്ടാകാതെ വരികയും ചെയ്തു. ഈ അസുഖത്തെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഭക്ഷണം വെടിഞ്ഞ് ഒരുപക്ഷെ ശാരീരികമായ പ്രലോഭനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു തോർത്തുകൊണ്ട് വയറിൻ്റെ ഭാഗത്ത് വരിഞ്ഞ് മുറുക്കി കെട്ടിക്കൊണ്ട് ഉപവാസമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി താല്പര്യം കാണിച്ചിരുന്ന ഒരു തിരുമേനിയാണ്. അപ്പോൾ ന്യായമായിട്ടും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് പിന്നീട് വൈദ്യന്മാരൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ രോഗം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും തിരുമേനി അതിനകത്ത് യാതൊരു വിധത്തിലുള്ള വിഷമവും ഉള്ള വ്യക്തിയായിരുന്നില്ല. അപ്പോൾ തിരുമേനി രോഗക്കിടക്കയിലാണെന്നുള്ള കാര്യം നാട് മൊത്തം അറിയുകയും നാനാഭാഗത്തും പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസികളായിട്ടുള്ള ആൾക്കാരുൾപ്പെടെ നാനാഭാഗത്തുള്ള ആൾക്കാർ തിരുമേനിയുടെ രോഗവിവരം അറിഞ്ഞ് തിരുമേനിയെ കാണാൻ വേണ്ടി ഓരോ ദിവസവും വന്നുകൊണ്ടിരുന്നു. തന്നെ കാണാനോ അല്ലെങ്കിൽ സെമിനാരിയിലോട്ട് വരുന്ന എല്ലാ സന്ദർശകർക്കും ഭക്ഷണം കൊടുക്കാതെ അവരെ മടക്കി വിടരുതെന്ന് തിരുമേനിക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ തിരുമേനിയെ കാണാൻ വരുന്നവർക്ക് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള അരിയും മറ്റ് സാധനങ്ങളുമായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരുന്നു. അരിയും സാധനങ്ങളും എല്ലാം കൂട്ടി സത്യം പറഞ്ഞാൽ കുറേ നാളത്തേക്ക് പരുമല സെമിനാരിയിൽ വേണ്ടതായിട്ടുള്ള ഭക്ഷണ സാധനം അധികം വരത്തക്ക രീതിയിൽ അത് കൂട്ടപ്പെട്ട രീതിയിലാണ് ആൾക്കാർ കൊണ്ടുവരുന്നത്. അപ്പം വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുത്ത് മാത്രമേ വിടുന്നുണ്ടായിരുന്നുള്ളൂ. ദിവസങ്ങൾ കഴിയും തോറും തിരുമേനിയുടെ ശരീരം കുറച്ചുകൂടെ വീക്കായിക്കൊണ്ടിരിക്കുകയും അവസാനം ഒരു ശബ്ദിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത അവസ്ഥയിലൊക്കെ എത്തിച്ചേരുകയും ചെയ്തു. ഈ സമയത്ത് തിരുമേനി ഒട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെ വിളിക്കുകയും തൻ്റെ അംശവടിയും മറ്റ് പ്രധാനപ്പെട്ട വസ്തുക്കളും ഏൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സഭാപരമായിട്ടുള്ള അധികാര ചിഹ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒട്ടശ്ശേരി തിരുമേനിയെ ഏൽപ്പിച്ചതിന് ശേഷം അങ്ങനെ അനക്കമില്ലാതെ നിശബ്ദനായിട്ട് ഏകദേശം ഒരു മൗനവ്രതം പോലെ 3 ദിവസം അടുപ്പിച്ച് തിരുമേനി കഴിയുകയുണ്ടായി. 3-ാം ദിവസം തിരുമേനി ചോദിച്ചു ഇന്ന് എന്താണ് തീയതി എന്ന് ചോദിച്ചു. അപ്പോൾ അടുത്തുനിന്നവർ പറഞ്ഞു 18-ാം തീയതി എന്ന് പറഞ്ഞ ഉടനെ തിരുമേനി പറഞ്ഞു ഇനി 2 ദിവസം കൂടി ഞാൻ ഈ വേദന സഹിക്കണമെന്ന് പറഞ്ഞാൽ ആ വാചകത്തിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നത് തിരുമേനിക്ക് തൻ്റെ മരണ ദിവസം കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കൂടി അദ്ദേഹത്തിൻ്റെ പ്രവചന്മാർക്ക് കിട്ടിയ തിരിച്ചറിവുകൾ പോലെ ഈ സ്വന്തം മരണനാഴികയെ പറ്റിയും ഉള്ള തിരിച്ചറിവ് ദൈവം കൊടുത്തിരുന്നു. 20-ാം തീയതി രാവിലെ തിരുമേനിയുടെ പ്രതികരണവും ആരോഗ്യനിലയും വലിയ മാറ്റങ്ങളില്ലാതിരുന്നതുകൊണ്ട് അന്ന് രാവിലെ പുരോഹിതന്മാർക്ക് മാത്രം നടത്തപ്പെടുന്ന കന്തിയിലെ ശുശ്രൂഷ അദ്ദേഹത്തിന് വേണ്ടി നടത്തപ്പെട്ടു. 20-ാം തീയതി പാതിരാത്രിയായപ്പോൾ തിരുമേനി ഏറെക്കുറെ നിശ്ചേഷ്ടനായി. മരണത്തെ പുലുകിയിട്ടില്ലെങ്കിൽ പോലും ഏറെക്കുറെ നിശ്ചേഷ്ടനായി കിടക്കുമായിരുന്നു. ആ സമയത്ത് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ എൻ്റെ ദൈവമേ എന്ന് വിളിക്കുന്ന ശബ്ദം കേട്ട് പുന്നൂസ് റമ്പാൻ
അടുത്ത് വന്നതിന് ശേഷം ഞാൻ വിശ്വസിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കേൾപ്പിക്കുകയും മറ്റ് മരണസമയത്തെ ബന്ധപ്പെട്ട പ്രാർത്ഥനകൾ ചൊല്ലുകയും കൂടെ നിന്നിരുന്ന വൈദികരും അനുയായികളും വിശ്വാസികളും എല്ലാം ആ പ്രാർത്ഥന ഏറ്റുചൊല്ലുകയും ഏകദേശം രാത്രിയോടടുത്ത് തിരുമേനിയുടെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്നു പോവുകയും ചെയ്യുകയാണ്. ഈ മരണത്തെപ്പറ്റി കേട്ടപ്പോൾ പല ശ്രേഷ്ഠരായ ആൾക്കാരും താരതമ്യം ചെയ്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കൻ പ്രസിഡൻ്റായ ഏബ്രഹാം ലിങ്കൺ കൊല ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി പറഞ്ഞത്, ടിൽ യെസ്റ്റർഡേ ലിങ്കൺ ബിലോങ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ടുഡേ ഹി ബിലോങ്സ് ടു ദ ഹോൾ വേൾഡ്, ഹി വിൽ ബി റിമെമ്പേർഡ് ഫോർ ദ ജനറേഷൻസ് ടു കം. ഇപ്പോൾ പരുമല തിരുമേനി കാലം ചെയ്ത സമയത്ത് ഇന്ന് വരെ പരുമല തിരുമേനി ഈ സഭയുടെയോ പരുമല എന്ന സ്ഥലത്തിൻ്റെ മാത്രം സ്വന്തമോ ആയിരുന്നു. പക്ഷേ ഇന്നു മുതൽ അദ്ദേഹം സഭയുടെയും ലോകത്തിൻ്റെയും സ്വന്തമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിൽ താരതമ്യം ചെയ്യപ്പെട്ടു. അക്ഷരാർത്ഥത്തിൽ ശരിയുമായിരുന്നു. കാരണം ഇത്രയും നാളും സഭയിലെ അംഗമായിരുന്നു. പക്ഷേ ഈ സമയം തൊട്ട് ആ ദേശത്തിൻ്റെയും മറ്റ് മതസ്ഥരായ ആൾക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു മധ്യസ്ഥനായിട്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാമെന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിൻ്റേതായിട്ട് ആ നിമിഷം തൊട്ട് അദ്ദേഹം മാറി. അത് ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം കാലം ചെയ്തിട്ട് 118 വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്നും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പരുമല പെരുന്നാളിലും പരുമല പള്ളിയിൽ മറ്റ് ദിവസങ്ങളിലും വരുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അന്യമതസ്ഥരായിട്ടുള്ള അനേകം ആൾക്കാർ, സഭയുടെ അംഗങ്ങളായിട്ടുള്ളവരല്ലാതെ മറ്റ് സഭയുടെ അംഗങ്ങളായിട്ടുള്ളവരുൾപ്പെടെ അന്യമതസ്ഥരായിട്ടുള്ള അനേകർ പരുമല തിരുമേനിയുടെ കബറിങ്കൽ വന്ന് മധ്യസ്ഥ അണയ്ക്കുന്നതായിട്ട് നമുക്ക് നേരിട്ട് കണ്ടതായിട്ടുള്ള അനുഭവമുണ്ട്. തിരുമേനി കാലം ചെയ്തതായിട്ടുള്ള വാർത്ത ലോകം മൊത്തം പരന്നു. എല്ലാ റോഡുകളും പരുമലയിലേക്കെന്ന് പറഞ്ഞ പോലെ എല്ലാ ആൾക്കാരും പരുമല തിരുമേനി അവസാനമായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പരുമലയിലേക്ക് ബസ് പിടിച്ചും കാറ് പിടിച്ചും മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ച് നടന്നും പരുമലയിലേക്ക് വരാൻ തുടങ്ങി. തിരുമേനിയുടെ ഈ കടന്നുപോക്ക് ഗുരുശ്രേഷ്ഠനെ പോലെ കരുതിയിരുന്ന പുലിക്കോട് തിരുമേനിക്ക് ഹൃദയഭേദകമായിരുന്നു. തിരുമേനിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി കോട്ടയത്ത് നിന്ന് പുലിക്കോട്ട് തിരുമേനി പരുമലയിലെത്തുകയാണ്. പക്ഷേ അദ്ദേഹം കരഞ്ഞ ഒരു വാചകം ഓർത്തു പോവുകയാണ്, എൻ്റെ ഒരു ആശ്രയമായിരുന്നു, ഏത് കാര്യത്തിലും ആശ്രയിക്കാവുന്ന ഒരു ഇളയ സഹോദരനെയാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. എന്തത്യാവശ്യം ഉണ്ടെങ്കിലും കേസിൻ്റെ ഉൾപ്പെടെയുള്ള പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായ സമയത്തും പുലിക്കോട്ട് തിരുമേനി കോട്ടയത്ത് നിന്ന് പരുമല എത്തിയിട്ട് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ പരുമല തിരുമേനിയുടെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. തിരുമേനിയോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പുലിക്കോട്ട് തിരുമേനിക്കും വിശ്വസിക്കാനൊക്കാത്ത രീതിയിലുള്ള ആത്മവിശ്വാസവും പ്രത്യാശയും കിട്ടുന്നതായിട്ട് അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് സിറ്റുവേഷനിലും അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ പരുമല സെമിനാറിലെ അന്ത്യവാസികൾ കണ്ടിട്ടുണ്ട്. തിരുമേനി കാലം ചെയ്തതിന് ശേഷവും ഏകദേശം 7 വർഷത്തോളം എല്ലാ വർഷവും പെരുന്നാളിന് ഒരു സാധാരണ വിശ്വാസിയെപ്പോലെ തിരുമേനി കബറിങ്കൽ വന്ന് പെരുന്നാളിന് പങ്കുകൊട്ടതിന് ശേഷം മാത്രമേ കോട്ടയത്തിന് പോകുമായിരുന്നു. 1909 അദ്ദേഹം കാലം ചെയ്യുന്ന വരെയുള്ള സമയത്ത് ഈ പതിവ് തുടർന്നു. തന്നേക്കാൾ സീനിയറായിട്ടുള്ള തിരുമേനിമാരും പിതാക്കന്മാരും പോലും ഈ 54-ാമത്തെ വയസ്സിൽ കാലം ചെയ്ത വരവൽ തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചിരുന്നു എന്നുള്ളത് വളരെയേറെ കാര്യങ്ങൾ ഉപദേശിച്ചു തരുന്ന. അതിൽ സോ ഇൻ ഷോർട്ട്, വരവൽ തിരുമേനി ഓൺ November 2nd early morning was given the Kandila Susrusha. Later on towards midnight his state was still not improving, and towards midnight Punus Ramban along with other church fathers and priests recited the Nicene Creed and other prayers that is to be recited at the time of death. And finally towards the end of the prayers, Tiruveni left to his master's abode. From that moment onwards, the news had spread all over, especially Kerala and all over the world, and all roads started moving towards Parimala as people wanted to see one last time the immortal remains of Parimala Tirumeni. And seeing all this, Pulikkodu Tirumeni was almost like crestfallen. He said he lost his refuge. He was actually very close to Parimala Tirumeni, not only as a younger brother, but as a refuge for joining prayers with him. Whenever there is a challenge, whenever there is a problem, whenever there is something that is hurting his mind, Pulikkodu Tirumeni used to come to Parimala, and he preferred to stay together with Parimala Tirumeni, and they prayed together. And whenever they prayed together, he shared later on that he could get the result more than
when he was approaching God alone. Even after the demise of Perumal Thirumeni, Pulikot Thirumeni used to come as a pilgrim to his cover in Parimala till he passed away in 1909. തിരുമേനിയുടെ കബറടക്കത്തെ പറ്റി പറഞ്ഞാൽ, കബറടക്ക ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ചത് മാർ യോവാനിസ് മെത്രാപ്പോലീത്ത പുലിക്കോട്ടിൽ തിരുമേനി എന്ന സഭയുടെ മേലധ്യക്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് പെരുവൽ തിരുമേനിയുടെ നിശ്ചേഷ്ടമായ ശരീരം കാണാനുള്ള കരുത്തില്ലാതെ അദ്ദേഹം അവിടുത്തെ ഒരു സാക്ഷിയായിട്ട് മാറി നിന്ന് തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആ ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. തിരുമേനിമാരുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നഗരി കാണിക്കൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആ സ്ഥലങ്ങളിൽ കൂടെ എല്ലാം വിലാപയാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്ന പ്രത്യേക രഥത്തിൽ തിരുമേനിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പരുമല, ചെങ്ങന്നൂർ മുതലായ അടുത്തുള്ള സ്ഥലങ്ങളിൽ കൂടെ ഉള്ള നഗരി കാണിക്കൽ, അതിലെല്ലാം ആയിരങ്ങൾ പങ്കെടുത്തു എന്നാണ് കേൾക്കുന്നത്. എവിടെയൊക്കെ തിരുമേനിയുടെ ഈ ഭൗതിക ശരീരം കാണുന്നവരെല്ലാം കരയുകയും ഭയങ്കരമായിട്ട് ആ നഷ്ടബോധം പ്രകടിപ്പിക്കുകയും നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്ന അനേകം അമ്മമാരും കുഞ്ഞുങ്ങളും മറ്റു മതസ്ഥരായിട്ടുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. ശവസംസ്കാരത്തിന് മുമ്പ് ഈ ഭൗതിക ശരീരം ഇരുത്തി ആ കബറിൻ്റെ മുകൾ വശം മൂടുന്ന വരെയുള്ള കുന്തിരിക്കം, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികൾ കൊണ്ടുവന്ന കുന്തിരിക്കം ഇട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കബറടക്കുന്നത്. ഭൗതിക ശരീരം ദർശിക്കാൻ വന്ന ആൾക്കാരെ മൊത്തം ഈ ശരീരം കാണിച്ച് അദ്ദേഹത്തിൻ്റെ സ്ലീവ മുത്തി പിരിയാൻ 3 മണിക്കൂറിനേറെ എടുത്തു എന്നാണ് കേൾക്കുന്നത്. തിരുമേനി നേരത്തെ തന്നെ തനിക്ക് വേണ്ടി കണ്ടുപിടിച്ചിരുന്ന ആ കബറിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇടത്തക്ക രീതിയിൽ കൊണ്ടുവന്ന തുണികൾ, ശോശപ്പ പോലെയുള്ള തുണികളെല്ലാം, അനേകർ കൊണ്ടുവന്ന തുണികളെല്ലാം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും 30-ാം ദിവസത്തെ കേന്ദ്രം വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയും 600 പേരെ അരിക്കുള്ള ചോറുണ്ടാക്കി വന്നവർക്കെല്ലാം വിതരണം ചെയ്യുകയും ഏകദേശം ഇന്നത്തെ കാലത്ത് വളരെ ചുരുങ്ങിയ, എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വന്ന വിശ്വാസികൾ കൊടുത്ത വളരെ ചുരുങ്ങിയ തുക അതിനുവേണ്ടി ചിലവഴിക്കുകയും ചെയ്തു. ശവസംസ്കാരത്തിന് ശേഷം അന്ന് തന്നെ സഭയുടെ ഒരു യോഗം പരുമല വെച്ച് തന്നെ പുലിക്കോട്ടിൽ മാർ ദിവനാസിയോസിൻ്റെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടുകയും ആ യോഗത്തിൽ കൊച്ചുപറമ്പിൽ പൗലോസ് റമ്പാനെയും വട്ടശ്ശേരിൽ ഗീവർഗീസ് കത്തനാരെയും തിരുമേനിമാരായിട്ട്, ബിഷപ്പുമാരായിട്ട് ഉയർത്തണമെന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു. കുറച്ച് ദിവസത്തിന് ശേഷം കൂടിയ വേറൊരു യോഗത്തിൽ തിരുമേനി തുടക്കം കുറിച്ച തിരുവല്ലയിൽ പണിതുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര് മാർ ഗ്രിഗോറിയോസ് മെമ്മോറിയൽ അല്ലെങ്കിൽ MGM എന്നൊരു പേരിലാക്കണം എന്നുള്ള തീരുമാനം എടുക്കപ്പെട്ടു. തിരുമേനിയുടെ വിയോഗമറിഞ്ഞ് യെരുസലേമിലെ അന്നത്തെ മെത്രാപ്പോലീത്ത ഒരു അനുശോചന സന്ദേശം അയക്കുകയുണ്ടായി. റിയലി ദി ലാമ്പ് ഓഫ് അവർ ചർച്ച് ഈസ് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സഭകൾക്ക് അതിശക്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള വെളിച്ചം തന്നുകൊണ്ടിരുന്ന വിളക്ക് കെട്ടുപോയെന്നാണ് അദ്ദേഹത്തിൻ്റെ അനുശോചന സന്ദേശത്തിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇറ്റ് ഈസ് എ ഫാക്ട് that this great saintly person was the lighthouse and the morning star of our church. As we read in book of Daniel chapter 12 verse 3, the wise leaders will shine with all the brightness of the sky, and those who have taught many people to do what is right will shine like the stars forever. തിരുമേനിയുടെ മരണശേഷം ഏകദേശം 45 വർഷത്തിന് ശേഷം 1902 കാലം ചെയ്തു. 1947 അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായ നവംബർ 2-ാം തീയതി പരിശുദ്ധ ഗീവർഗീസ് ദിയൻ ബാവ തിരുമേനിയുടെ നേതൃത്വത്തിൽ ഉള്ള പെരുന്നാൾ കുർബാനയ്ക്ക് ശേഷം തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കും. പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ അനേകം പള്ളികളും അനേകം ത്രോണോസുകളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഒരു തിരുമേനിയെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പേരിൽ പള്ളികൾ ഉണ്ടാകാവൂ എന്ന സഭയുടെ പരമ്പരാഗത നിയമം അനുസരിച്ചാണ് പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ഈ പള്ളികളും ത്രോണോസുകളും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞൊരു 50 വർഷത്തിനിടയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിലും മറ്റ് ദൂരദേശങ്ങളിലും ഇന്ത്യക്ക് പുറത്തും അനേക സ്ഥലങ്ങളിൽ തിരുമേനിയുടെ പേരിലുള്ള പള്ളികൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കിവർക്കും അറിയാവുന്നതുപോലെ സഭാ ചരിത്രം അനുസരിച്ച് സഭയുടെ ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും മാറ്റി നിൽക്കാൻ കഴിയാത്ത ഒരു സ്ഥലവും ഒരു പരിശുദ്ധനുമാണ്
പരുമലപ്പള്ളിയും പരുമല തിരുമേനിയും പല സ്ഥലങ്ങളിൽപ്പെട്ട പല മതസ്ഥരായിട്ടുള്ള അല്പവിശ്വാസികളും അമിതവിശ്വാസികളും വെറുതെ കാഴ്ച കാണാനായിട്ടാണെങ്കിൽ പോലും വരുന്ന അനേകർ വന്ന് കൂടുന്ന ഒരു സമയമാണ് പരുമലത്തിൻ്റെ പെരുന്നാൾ ദിവസം. വരുന്നവരിലൊരു ഭൂരിപക്ഷം ആൾക്കാരും തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് കൂടാതെ നമ്മൾ കേട്ടിട്ടില്ലാത്ത, ഒരുപക്ഷെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത, അല്ലെ നമ്മളെ പഠിപ്പിക്കാൻ ഒരുപക്ഷെ സഭയ്ക്ക് പോലും കഴിഞ്ഞിട്ടില്ലാത്ത ചില പ്രധാനപ്പെട്ട സംഭാവനകളുണ്ട്. സഭയ്ക്ക് വേണ്ടിയുള്ള തിരുമേനിയുടെ സംഭാവനകൾ. ഒന്ന്, തിരുമേനി ഒരു ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റിയുടെ ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഈസ്റ്റേൺ സ്പിരിച്വാലിറ്റി പൗരസ്ത്യ ആത്മീയതയുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമായിരുന്നു. സ്വന്തം ജീവിതം കൊണ്ട് പൗരസ്ത്യ ആത്മീയത എന്തെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചൊരു വ്യക്തിയായിരുന്നു തിരുമേനി. അതിൻ്റെ കാരണം, പൗരസ്ത്യ ആത്മീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞാൽ തിയോസിസ് അല്ലെങ്കിൽ ഡെയിഫിക്കേഷനാണ്. എന്ന് പറഞ്ഞാൽ തിയോസിസ് എന്ന് പറഞ്ഞാൽ ടു ബി ലൈക്ക് ഗോഡ്. ഇറ്റ്സ് എ പ്രോസസ് ടു ബി ലൈക്ക് ഗോഡ്. സൺ ഓഫ് ഗോഡ് ഹാസ് ബിക്കം സൺ ഓഫ് മാൻ ഇൻ ഓർഡർ ടു മേക്ക് സൺസ് ഓഫ് മെൻ ഇൻ ടു സൺസ് ഓഫ് ഗോഡ്. അതാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള അതിൻ്റെ ഒരു ഡെഫിനേഷൻ. ഈ പർട്ടിക്കുലർ വാചകം നമ്മൾ ഓർത്തഡോക്സ് സഭയിൽ വിശ്വസിക്കുന്ന, ഓർത്തഡോക്സിയിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ മനസ്സിലോട്ട് കൂറിയിട്ടത് മാർ അത്തനാസ്യോസാണ്. ഇതായിരുന്നു പൗരസ്ത്യ ആത്മീയതയുടെ അടിസ്ഥാന തത്വം. എന്താണ്? സൺ ഓഫ് ഗോഡ് ഹാസ് ബിക്കം സൺ ഓഫ് മാൻ ഇൻ ഓർഡർ ടു മേക്ക് സൺസ് ഓഫ് മെൻ ഇൻ ടു സൺസ് ഓഫ് ഗോഡ്. വളരെ സിമ്പിളാണ്. മനുഷ്യൻ്റെ മക്കളെ ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കുക എന്നുള്ള പ്രോസസ്സിനാണ് തിയോസിസ് പറയുന്നത്. അതാണ് പൗരസ്ത്യ ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള തത്വം. ഇത് 2 പത്രോസ് 1:4 പറഞ്ഞിട്ടുണ്ട്. സീക്ക് ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഇറ്റ്സ് റൈച്ചസ്നസ് ആൻഡ് എവറിത്തിങ് വിൽ ബി ആഡഡ് ടു ഇറ്റ്. മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അതിനോടൊപ്പം ചേർക്കപ്പെടുമെന്ന് 2 പത്രോസ് 1:4 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്വന്തം ജീവിതത്തിൽ തെളിയിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു, ജീവിതാന്ത്യം വരെ ജീവിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു പരുമല തിരുമേനി. അപ്പോൾ ദിസ് ഈസ് വാട്ട് തിരുമേനി സ്റ്റേറ്റഡ് about the blissful experience in Jerusalem about which we had seen earlier. നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള ജെറുസലേമിൽ പോയതിന് ശേഷമുള്ള അനുഭവത്തെപ്പറ്റി പറയുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടതായിട്ടുള്ള ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്, അൺസീയിങ് പ്രെയർ ആൻഡ് സ്ട്രിക്റ്റ് അസറ്റിക് പ്രാക്ടീസസ്. ഞാൻ അസറ്റിക് എന്നുള്ള വാക്കിനെ പറ്റി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സന്യാസിയായിട്ട് ജീവിക്കത്തക്ക രീതിയിലുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഇനി അൺസീയിങ് പ്രെയർ എന്തുവാ? പ്രാർത്ഥന നടത്തുന്നു, പക്ഷേ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട് അർത്ഥത്തിൽ. ഇന്നത്തെ കാലത്ത് നമ്മളൊരു ചെറിയ പ്രാർത്ഥന നടത്തിയാലും, ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തി കഴിഞ്ഞാലും നമ്മളത് ലോകത്ത് മൊത്തം ആൾക്കാർ കേൾക്കത്തക്ക രീതിയിൽ പറയാനാണ് നമുക്കൊക്കെ താല്പര്യം. പക്ഷെ തിരുമേനി ടോട്ടലി വ്യത്യസ്തനായിരുന്നു. ദൈവഹിതം പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് അറയിൽ കടന്ന് കടച്ച് ദൈവം മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിൽ പ്രാർത്ഥിക്കാനാണ് ദൈവം തമ്പുരാൻ ബൈബിളിനകത്ത് വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ കൂടെ നമ്മൾ കേട്ടിട്ടുള്ളൂ, നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് തിരുമേനി. മറ്റുള്ളവരെ കാണുകയുള്ള പ്രാർത്ഥനയില്ല. തിരുമേനി ശമാശന്മാരെ പഠിപ്പിക്കാറുണ്ട്, എല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. എങ്കിൽ പോലും തിരുമേനി അതിനേക്കാൾ ഉപരി കൂടുതൽ പ്രൈവറ്റ് മൊമെൻറ്റ്സിൽ ദൈവത്തിനോട് കൂടുതൽ പ്രാർത്ഥിച്ചിട്ടുള്ളത് മറ്റുള്ളവരോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ വളരെ കൂടുതലാണ്. സോ അൺസീൻ prayer not seen by others. അടിസ്ഥാനപരമായ കാര്യം, sin separates man away from God. It is Satan who always tempts us to commit sin. In order to overcome the satanic temptation, we need the grace of God that we will receive only through prayer, Lent, fasting. ഇതെല്ലാം കൃത്യമായിട്ട് ചെയ്തിരുന്ന വ്യക്തിക്ക് ഇത് കിട്ടാതിരിക്കും. അങ്ങനെ ഒരു ഗ്രേസ് ഓഫ് ഗോഡ് നല്ല രീതിയിൽ കിട്ടിയിരുന്ന ഒരു തിരുമേനിയായിരുന്നു പരുമല കൊച്ചു തിരുമേനി. നമ്മളിതൊക്കെ ചെയ്യാറുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെ പരുമല തിരുമേനിയുടെ ഒക്കെ ആ പ്രാർത്ഥനയുടെയും നോയമ്പനുഷ്ഠാനത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും വളരെ കുറഞ്ഞ ശതമാനമായിരിക്കും നമ്മളൊരു പക്ഷേ ഒരു നാമമാത്രമായിട്ടങ്ങ് ചെയ്യുന്നത്. വി ആർ ഓൾസോ പ്രോബ്ലി ഡൂയിങ് ഓൾ ദിസ്, ബട്ട് കമ്പയർഡ് ടു വാട്ട് പരുമല തിരുമേനി ഹാഡ് സബ്മിറ്റഡ് ബിഫോർ ഗോഡ് ആൻഡ് ഹി ഗോട്ട് ദ റിവാർഡ് not for him but for the church. If we can do at least a part of it, as I said before, all our problems will be solved. So communion with God and purity of heart were his main objectives behind his ascetic practice. അപ്പം വെട്ടിക്കൽ ഡയറായിൽ നിന്ന് പരുമലയിലേക്ക് വരികയും അച്ഛനായതിനു ശേഷവും തിരുമേനി ആയതിനു ശേഷമുള്ള ഓരോ പ്രവർത്തനങ്ങളും ഒരു ശുദ്ധ സന്യാസിയുടെ ദൈവത്തിനു വേണ്ടി സമർപ്പിക്കപ്പെട്ട
സന്യാസിമാർ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രമാണ് തിരുമേനി ചെയ്തിട്ടുള്ളത്. അത് പ്രാർത്ഥനകളായാലും ഉപവാസമായാലും എല്ലാ കാര്യവും. So that's why he taught his disciples, those who pray daily will not become untruthful, will not become unrighteous, will not become unbelievable, will not become unpious, will not become unloving and ungodly. ഞാൻ തിരുമേനി പറഞ്ഞൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സേയിങ് ഉണ്ട്, നമുക്ക് അതിൻ്റെ അവസാനത്തിൽ പഠിക്കാം. Prayer is joy for childhood, consolation for youth and happiness in old age. മൂന്നാമതായിട്ട് പഠിക്കാനുള്ള ഹി നർച്ചേർഡ് ദ ചർച്ച്. നമുക്കറിയാം തിരുമേനി ജീവിച്ചിരുന്ന കാലം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ മിഷണറീസ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവർക്ക് വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളെ അവരുടെ സഭയിലേക്ക് ചേർക്കാൻ വേണ്ടി ഓടി നടക്കുന്ന കാലഘട്ടത്തിലാണ്. ഏതെങ്കിലും തരത്തിലുള്ള അട്രാക്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരോടൊപ്പം പോകാനുള്ള സന്നദ്ധത ഉള്ളവരായിരുന്നു കേരളത്തിലെ ജനങ്ങളെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് ക്രിസ്ത്യാനികളാണെന്നില്ല, നോൺ ക്രിസ്ത്യൻസ് ആയിരുന്നിരിക്കാം. പക്ഷേ ഇഫ് ദേ വർ ഗിവൺ സം അട്രാക്ഷൻ they would be going after the persons who have shown the attractions, and then naturally by the attractive things they will go after them. തിരുമേനി അങ്ങനെ ഒരു കാര്യങ്ങളും കൊണ്ട് അട്രാക്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ സഭയിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ സഭയ്ക്കും ചെയ്തുകൂടെ എന്നുള്ള ആർഗ്യുമെൻസിനോട് തിരുമേനി പറഞ്ഞ കാര്യം ഇതാണ്. തിരുമേനി replied to them not by words but by actions. He proved the credibility of Orthodox faith through his life. By his actions, he believed that the church is built by the people who are growing in purity of heart. അപ്പം ഹൃദയം ശുദ്ധീകരിച്ചവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ സഭയിൽ അംഗമാകാൻ പറ്റുക. അങ്ങനെയുള്ളവർ മാത്രമേ സഭയിൽ അംഗമായാൽ മതിയെന്നുള്ള വിശ്വാസത്തിൽ ജീവിച്ചിരുന്ന തിരുമേനിയുടെ അടുത്തേക്ക് ആരും അങ്ങോട്ട് പോയി വിളിക്കാതെ ഇങ്ങോട്ട് ആൾക്കാർ കടന്നു എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. അൽവാരിസ് മാർ യൂലിയസ് തിരുമേനി ഉൾപ്പെടെയുള്ള പലരും ഈ സഭയിലേക്ക് കടന്നു വന്നത് അങ്ങനെയാണ്. നാലാമത്, he was the Saint Anthony of Malangara Orthodox Church. Antonios of Malangara Orthodox Church. സെയിൻറ്റ് ആൻ്റണി എന്ന് പറഞ്ഞാൽ ആശ്രമ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായിരുന്നു. ഫാദർ ഓഫ് മൊണാസ്റ്റിസം ആയിരുന്നു സെയിൻറ്റ് ആൻ്റണി, who lived in the 3rd century. Many monks like him lived in deserts and forests. വെട്ടിക്കൽ ഡേറായും പരുമല എന്ന് പറയുന്ന സ്ഥലവും അതുപോലെയുള്ള എന്ന് പറഞ്ഞാൽ സെൻറ്റ് ആൻ്റണി ജീവിച്ചിരുന്നത് പോലെയുള്ള അല്ലെങ്കിൽ സെൻറ്റ് ആൻ്റണിയുടെ പിന്തുടർന്ന് വന്ന മറ്റ് സന്യാസിമാർ ജീവിച്ചിരുന്ന കാടുകളിലും മരുഭൂമികളിലും താമസിച്ച പോലെയുള്ള സന്യാസ സമൂഹങ്ങൾ സ്ഥാപിക്കണമെന്ന് പരുമല തിരുമേനി ആഗ്രഹിച്ചിരുന്നു. ഹി ഡിഡ് നോട്ട് ലൈക്ക് ടു ബി ഈവൻ എ മെട്രോപൊളിറ്റൻ. ഹി റെഫ്യൂസ്ഡ് ഇനിഷ്യലി, അറിയാം നമുക്ക് അല്ലേ, അതിന് റെഫ്യൂസ് ചെയ്തു. പല നിർബന്ധത്തിൻ്റെ പുറത്തെ ഫൈനലി അത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തിരുമേനിയാകാൻ സമ്മതിച്ചത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ സന്യാസ ജീവിതത്തിന് മെത്രാപ്പൊലിത്തായിട്ടുള്ള ജീവിതം ഒരു തടസ്സമാവുമെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് പരിസരൂഹ തോന്നിപ്പിച്ചു കൊടുത്തു. പക്ഷേ സഭയ്ക്ക് അങ്ങനെ ഭരണത്തിനും തിരുമേനിയെപ്പോലൊരു വ്യക്തിത്വം, തിരുമേനിയെപ്പോലൊരു പ്രാർത്ഥനാ മനുഷ്യനെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് തിരുമേനി പിന്നീട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് തിരുമേനിയാക്കിയത്. ഓൾമോസ്റ്റ് 1.5 centuries before this was the intention of പരുമല തിരുമേനി. These places were very suitable to develop an ascetic mind. ഈ 2 സ്ഥലങ്ങളിൽ താമസിച്ചത് കൊണ്ട് ഒരു സന്യാസിയുടെ മനസ്സ് പരുമല തിരുമേനിയിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണമായി. ഒരു തരത്തിലുള്ള വേൾഡ്ലി പ്ലഷറിനും തിരുമേനി സറണ്ടർ ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ സറണ്ടർ ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് ഈ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാറാൻ പറ്റത്തില്ല. വെൻ വി സബ്മിറ്റ് അവർ സെൽസ് ടു വേൾഡ്ലി എൻജോയ്മെൻറ്റ്സ് ആൻഡ് പ്ലഷേഴ്സ് വി കനോട്ട് ബി ക്ലോസർ ടു ഗോഡ്. സോ അങ്ങനെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്ത സമയത്ത് ഈ കാര്യങ്ങൾ സ്ട്രിക്റ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു സന്യാസിയായിട്ട് നടത്തപ്പെടുന്ന കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്തൊരു വ്യക്തി എന്നുള്ള നിലയിൽ he could be considered, he could be renamed as the Saint Anthony of the Malangara Orthodox Church. അഞ്ചാമത്, he was a social reformer. നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇന്നത്തെ തിരുമേനിമാർക്ക്, ഇന്നത്തെ നമ്മൾ കണ്ടുവരുന്ന തിരുമേനിമാർക്ക് ഒരു സോഷ്യൽ റിഫോർമറായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മുടെ തിരുമേനിമാരൊക്കെ സൊസൈറ്റിയിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിനെപ്പറ്റി കമൻസൊക്കെ ഇറക്കാറുണ്ട്, പ്രസ് കോൺഫറൻസ് ഒക്കെ നടത്താറുണ്ട്. എങ്കിൽ പോലും nobody can be a social reformer or nobody can follow the reforms പരുമല തിരുമേനി did during his time in the society. നമുക്ക് എന്തൊക്കെ നോക്കാം. ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞതിന് ശേഷം, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞതിന് ശേഷം അവർ ജീവിക്കുന്ന സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ട് ശ്രമിക്കുക. അപ്പം ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് ചെയ്യുന്നത്, എൻ്റെ ഇഷ്ടം അനുസരിച്ചല്ല.
ഞാനിത് ചെയ്തു എന്നുള്ള പേരെടുത്തിട്ട് പത്രത്തിൽ ഒരു പേര് വരാൻ വേണ്ടിയല്ല ചെയ്യുന്നത്. യഥാർത്ഥ ദൈവമനുഷ്യരെ ലോകവും സമൂഹവും വിശ്വാസികളും മറക്കത്തില്ല. ആഫ്റ്റർ നോയിങ് ദ വിൽ ഓഫ് ഗോഡ് ദേ വിൽ ട്രൈ ടു കറക്റ്റ് ഇഫ് ദ സൊസൈറ്റി ഈസ് റോങ് ഇൻ ദ വേസ് ഓഫ് ഗോഡ്. അങ്ങനെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു പരമത്തിരുമേനി. Backward people like Pulaya, Paraya and several other Dalits had lot of hardships at that time due to social discrimination. നമ്മൾ പറഞ്ഞു ചിലടത്തോട് ചിലർക്ക് നടക്കാൻ പറ്റത്തില്ല, ചിലർക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പല പ്രശ്നം ഉണ്ടായിരുന്നു. സോ ദി ലോ കാസ്റ്റ് പീപ്പിൾ ഹാഡ് നോ ആക്സസ് ടു ദ പബ്ലിക് റോഡ്സ് ആൻഡ് ദേ ആർ ഡിപ്രൈവ്ഡ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഗീവ് ദം എഡ്യൂക്കേഷൻ എന്ന് തിരുമേനി പല സമയത്ത് പറയുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ അവർക്ക് എഡ്യൂക്കേഷൻ ഉൾപ്പെടെ അവർക്ക് വേണ്ട ഒരു സോഷ്യൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അവർക്ക് വേണ്ടി സ്കൂളുകൾ ഉണ്ടാക്കി അവരെ നല്ല സ്വഭാവങ്ങൾ ഉൾപ്പെടെ നല്ല ഭക്ഷണ രീതി ഉൾപ്പെടെ നല്ല വൃത്തിയിൽ ജീവിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളത് പഠിപ്പിക്കാൻ വേണ്ടി തിരുമേനി മുന്നിട്ടിറങ്ങിയത്. He believed that God is always with the poor people and therefore those who love God should also love the poor people. ആറാമത്, emphasis given to English education. He was not only a social reformer but also had radical ideas. ഇന്നത്തെ ആൾക്കാർ കേട്ടാൽ ഇതൊക്കെ നടക്കുമോ എന്ന് വിശ്വസിക്കത്തക്ക രീതിയിലുള്ള ഐഡിയാസും തിരുമേനിയുടെ മനസ്സിലുണ്ടായിരുന്നു. ദൈവം അദ്ദേഹത്തിൻ്റെ ശുദ്ധ മനസ്സിനെ ദൈവത്തിന് മുമ്പിൽ സ്വയം സമർപ്പിച്ച മനസ്സിലേക്ക് കൊടുത്ത ചിന്തകളാണ്. ദാറ്റ്സ് വൈ ഹി വാസ് ഹാവിങ് എ സ്പെഷ്യൽ കൺസേൺ ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ഇംഗ്ലീഷുകാർ ഇന്ത്യ ഭരിക്കുന്നുണ്ട്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് 47 വർഷം മുമ്പേ തിരുമേനി കാലം ചെയ്തു. അപ്പോൾ അതിനും ഒരു 50 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യ ഭരിക്കുന്നുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ was a need for India to prosper, for Kerala to prosper എന്നുള്ള ചിന്ത ദൈവം അദ്ദേഹത്തിന് മനസ്സിൽ കൊടുത്തിരുന്നു. സോ ദാറ്റ്സ് വൈ വെസ്റ്റേൺ മിഷണറീസിൻ്റെ തെറ്റായിട്ടുള്ള വിശ്വാസം പഠിപ്പിക്കലിനെ അദ്ദേഹം എതിർക്കുകയും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ളതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. He believed that the English education can help the backward classes to come up into the mainstream of the society. അതുകൊണ്ട് പല സ്ഥലത്തും ഇംഗ്ലീഷും കൂടെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യാൻ അദ്ദേഹം മുൻകൈ എടുത്തു. അതിന് നമ്മൾ പറഞ്ഞു 3 സ്കൂളുകൾ അദ്ദേഹം തുടങ്ങിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹിസ് ഓൺലി ഇൻറ്റൻഷൻ വാസ് ടു അപ്ലിഫ്റ്റ് ദി കണ്ടീഷൻസ് ഓഫ് ദ പൂവർ ഹു വർ സിസ്റ്റമാറ്റിക്കലി മാർജിനലൈസ്ഡ്. കാരണം അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, അവർ അർഹരാണ്, പക്ഷേ അവർക്ക് സാമ്പത്തികം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അതിനുവേണ്ടിയായിരുന്നു തിരുമേനി പല സ്ഥലത്തും സ്കൂളുകൾ ആരംഭിച്ചത്. 7. ഗോസ്പൽ ടു ദി നോൺ ക്രിസ്ത്യൻസ്. ഇപ്പോൾ നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിയായ രീതിയിൽ യേശു ക്രിസ്തുവിനെ പറ്റി അറിയാനുള്ള സാഹചര്യം ഇല്ല എന്ന് തിരുമേനി മനസ്സിലാക്കി. ദ ജെറുസലേം പിൽഗ്രിമേജ് ഹാഡ് ചേഞ്ച്ഡ് എ ലോട്ട് ഇൻ തിരുമേനീസ് ഔട്ട്ലുക്ക് ആൻഡ് വിഷൻ. ഹി ബിക്കെയിം മോർ അവെയർ ഓഫ് ദ നീഡ് ടു ബ്രിങ് ദ ഗോസ്പൽ ടു ദി നോൺ ക്രിസ്ത്യൻസ്. നോൺ ക്രിസ്ത്യൻസിൻ്റെ മുമ്പിൽ ദൈവത്തെ ശരിയായ രീതിയിൽ അവർക്ക് ഡിപ്പെൻഡബിളായിട്ടുള്ള ഒരപ്പനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടി തിരുമേനി ശ്രമിച്ചു. അതുകൊണ്ടാണ് കാളികുന്ന് പള്ളിയും ലോ കാസ്റ്റിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ആദ്യം ഒരു പ്രത്യേക പള്ളിയും പിന്നീട് അവർ മറ്റുള്ളവരോടൊപ്പം മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ആ പള്ളിയിൽ മറ്റുള്ളവരെയും മിങ്കിൾ ചെയ്യത്തക്ക രീതിയിലുള്ള പള്ളികളുമൊക്കെ തിരുമേനി വെച്ചത് അതിന് വേണ്ടിയാണ്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ സിറിയൻ ക്രിസ്ത്യൻസിൻ്റെ കുഴപ്പമുണ്ടായിരുന്നു. ദ ട്രഡീഷണൽ സിറിയൻ ക്രിസ്ത്യൻസ് ഹു അപ്ഹോൾഡ് ദി ബ്രാഹ്മിനൽ റേഷ്യൽ കണ്ടിന്യൂറ്റി. അങ്ങനെ ബ്രാഹ്മിനൽ റേസിൽപ്പെട്ടവരാണ്. അതുകൊണ്ട് മറ്റുള്ളവർ ലോ കാസ്റ്റിൽപ്പെട്ട ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യാൻ അവർക്കൊരു മനസ്സില്ലായിരുന്നു. അതൊരു ദാറ്റ്സ് ബിക്കോസ് ഓഫ് എ നാരോ മൈൻഡഡ് തോട്ട് ബൈ സിറിയൻ ക്രിസ്ത്യൻസ്. അത് തിരുമേനി ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല അതിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്തു. ന്യൂമറിക്കൽ ഗ്രോത്ത് വാസ് നോട്ട് ദ ഇൻറ്റൻഷൻ ഓഫ് തിരുമേനി. എന്നാൽ നമ്പർ കൊണ്ട് കൂടുതൽ ആൾക്കാർ എൻ്റെ സഭയിൽ അംഗമായെന്ന് പറയുന്നതല്ല തിരുമേനി ആഗ്രഹിച്ചിരുന്നത്. അതിനേക്കാൾ ഉപരി ഹി ബിലീവ്ഡ് ദാറ്റ് ഇഫ് ദി ലോവർ കാസ്റ്റ് പീപ്പിൾ അക്സെപ്റ്റ് ദ ഫെയ്ത്ത് ഓഫ് ക്രിസ്ത്യൻ ചർച്ച് ഇറ്റ് വിൽ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ദം ടു ഇംപ്രൂവ് ദെയർ സോഷ്യൽ സ്റ്റാറ്റസ് and also will induce them to learn and imitate the higher values of the kingdom of God. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിലെ അവർക്കുള്ള ഈക്വൽ സ്റ്റാറ്റസ് അറിഞ്ഞ് പഠിച്ച് അതനുസരിച്ച് അവർക്ക് നമ്മുടെ കേരളത്തിൻ്റെ സൊസൈറ്റിയിലും കൂടുതൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ഉണ്ടാകാൻ ഒരു സാധ്യത ആകുമെന്ന്. അപ്പം ബൈബിൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ സോഷ്യൽ സ്റ്റാറ്റസിലും അവർ ഇമ്പ്രൂവ്ഡും ഗ്രോത്ത് ഉറപ്പാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുമെന്ന് തിരുമേനിക്ക് മനസ്സിലായിരുന്നു. സോ ഇറ്റ് വാസ് പരിമല തിരുമേനി who took initiative to convert people to our church, which was later continued by late Patros Panasatios Tirumeni with strong vigor and commitment. അപ്പോൾ പരിമല തിരുമേനി തുടങ്ങി വെച്ച വിജാതി മിഷനും അതിനെ തുടർന്ന് പത്രോസ് പനസ്താത്യോസ് തിരുമേനി തുടങ്ങി വെച്ച ശ്രീവാദ സമൂഹവും നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ സഭയിലെ അംഗങ്ങളാക്കി മാമോദിസ സമൂഹത്തിൽ ചേർത്തു. അപ്പം നമ്പർ കൂട്ടുന്നതല്ല തിരുമേനിയുടെ ഉദ്ദേശം. അതിൽ കൂടെ അവർ ദൈവരാജ്യത്തിലെ ഇക്വാളിറ്റി അറിഞ്ഞ്
ദൈവം എന്ന യേശുക്രിസ്തു എന്ന ആ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ച് വളരണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അത് ചെയ്തത്. നിർഭാഗ്യവശാൽ ഇന്നത്തെ സഭയിൽ ഈ ഇൻട്രസ്റ്റ് ഏറെക്കുറെ നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം ഈ പുസ്തകത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഏവർക്കും അറിയാം. സോ ദാറ്റ്സ് വൈ വി നീഡ് ടു ഗോ ബാക്ക് ടു ദ പാത്സ് ക്ലിയർഡ് ബിഫോർ us ബൈ ദീസ് വീനറബിൾ ഫാദേഴ്സ്. എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പിതാക്കന്മാർ നമുക്ക് തന്ന നമ്മുടെ മുന്നിൽ എഴുതി വച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ഹിസ്റ്റോറിക്കൽ പ്രൂഫ്സ് ഉള്ള എക്സാമ്പിൾസ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഭയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഞാൻ നിങ്ങൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ ഒരു പാഠത്തിൽ പറഞ്ഞതുപോലെ സഭയ്ക്ക് വേണ്ടി കമ്മിറ്റ് ചെയ്യാൻ ചുമ്മാരായിട്ടും ചമ്മാശന്മാരായിട്ടും കന്യാസ്ത്രീകളായിട്ടും മുന്നോട്ട് വരാൻ നമ്മുടെ സഭയിലെ അംഗങ്ങൾക്ക് കഴിവുണ്ട്. ചുമ്മാ വാചകത്തിനോട് പറയുന്നതല്ല, ഉള്ളിൻ്റെ മനസ്സ് പറയുന്നതാണ്. നമുക്ക് ദൈവത്തിനോട് അടുത്ത രീതിയിൽ കുഞ്ഞുങ്ങളെ ചെറുപ്പം വരെ വളർത്തിക്കൊണ്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ ദൈവത്തിനായിട്ട് സമർപ്പിക്കാൻ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് കഴിവുണ്ടാവുകയാണെങ്കിൽ, അവർക്ക് ദൈവം മനസ്സിൽ വേണ്ട കാര്യങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, വേണ്ട ഗൈഡൻസ് ദൈവം തന്നെ കൊടുക്കുകയാണെങ്കിൽ സഭയുടെ ഇപ്പോഴത്തെ ഈ കുറവുകളെല്ലാം മാറും. എട്ടാമതായിട്ട്, ഹി വാസ് എ ഗുഡ് ഷെപ്പേർഡ്. As you know, he began in Niranam Diocese and later on, due to unavoidable reasons, Paranathiruveni was given the charge of Tumbon and Kollam Diocese also. അങ്ങനെ ആ സമയത്ത് കുതിരവണ്ടിയിലും കാളവണ്ടിയിലും നടന്നും പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ചാരട്ട റോഡ് പോലും ഇല്ലാത്ത പൊടി പിടിച്ച റോഡുകൾക്കൂടെ പലതവണ പല കഷ്ടപ്പാടും അനുഭവിച്ച് നടന്ന് സ്വന്തം വിശ്വാസമുള്ള ജനങ്ങൾക്ക് വേണ്ടി അവരെ കാണാനും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും ദൈവത്തിൻ്റെ ആശ്വാസം കൊടുക്കാനുമായിട്ട് തിരുവനന്തപുരം പ്രവർത്തിച്ചു. He travelled a lot to meet the sheep as if they were lost. His pastoral interest was to make all believers to become closer to Christ as well as to inculcate the value of the kingdom of God in them. അപ്പം ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവരെയും അംഗങ്ങളാക്കത്തക്ക രീതിയിൽ അവരോടൊപ്പം നിന്ന് പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ട ആശ്വാസം കൊടുക്കാൻ, അവർക്ക് വേണ്ട ആത്മവിശ്വാസം കൊടുക്കാനും തിരുമേനി മുന്നിട്ടിറങ്ങി. പാരിഷസിൽ അവിടുത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ കൂടുതൽ ആൾക്കാരെ പാരിഷസിലേക്ക് അടുത്ത് നിന്നുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്, ഈ ദൈവത്തിൻ്റെ ദേവാലയം പള്ളി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അവരെ കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചു. അറ്റ് ദ സെയിം ടൈം ഹി വാസ് നോട്ട് റിലക്റ്റൻറ്റ് ടു സ്കോൾഡ് വെൻ എവർ നീഡഡ്. ആവശ്യമുള്ള സമയത്ത് വഴക്ക് പറയാനും തിരുവനന്തപുരം മടിച്ചിരുന്നില്ല. ഇന്നത്തെ പോലെ ആ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളോട് വണങ്ങിപ്പോവും, അല്ലെങ്കിൽ അവൻ നമ്മുടെ സഭ വിട്ടുപോകും എന്നുള്ള ചിന്ത ഒരിക്കലും തിരുവനന്തപുരത്തിനില്ല. ഹി ഡിഡ് നോട്ട് എക്സ്പെക്ട് എനി ഫ്ലാറ്ററി ഫ്രം പീപ്പിൾ. നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞ് കാര്യം സാധിക്കുന്ന ജനങ്ങളുടെ സ്വഭാവത്തെ തിരുവനന്തപുരം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഹി ഓൾവേസ് ആക്റ്റഡ് ആസ് പെർ ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് മനുഷ്യർ എന്ത് പറയുന്നു, മനുഷ്യൻ എന്നോട് പിണങ്ങുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വറി തിരുമേൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ഇല്ലായിരുന്നു. ഹി ലേബേർഡ് ഓൾ ഡേ ആൻഡ് നൈറ്റ് ടു ലീഡ് ദ ഫ്ലോക്ക് ഇൻ ടു ഡിവൈനിറ്റി. അപ്പം ദൈവത്വത്തിലേക്ക്, നേരത്തെ പറഞ്ഞ തിയോസിസ് ഓർ ഡെയിഫിക്കേഷനിലേക്ക് ജനങ്ങളെ നയിക്കാൻ വേണ്ടി രാവും പകൽ സമയത്തെ നോർമൽ ജോലികളോടൊപ്പം രാത്രിയുടെ പല സമയത്തും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവം പല കാര്യങ്ങളും അദ്ദേഹത്തിന് കൊടുക്കുകയും ദൈവത്തിനോട് പല കാര്യങ്ങളും അദ്ദേഹം പറയുകയും ചെയ്തുകൊണ്ടാണ് സഭയെ ഈ തിരുമേനി അന്ന് ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ നയിച്ചത്. സോ ഡെയിഫിക്കേഷൻ വാസ് ദി അൾട്ടിമേറ്റ് എയിം ഇൻ ഹിസ് പാസ്റ്ററൽ മിനിസ്ട്രി. 9. ഹി വാസ് എ ഗ്രേറ്റ് ടീച്ചർ. ഹി വാസ് എ ഗ്രേറ്റ് ഗുരു. അപ്പം ഗുരു എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളുടെ പഠിപ്പിക്കുന്ന ശിഷ്യന്മാരുടെ മനസ്സിലെ അന്ധകാരം മാറ്റി കൊടുക്കുന്നതാണ് ഗുരു. അങ്ങനെ പലതരത്തിലുള്ള സാമൂഹ്യമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ തലത്തിലുള്ള, അല്ലെങ്കിൽ പെരുമാറ്റത്തിൻ്റെ തലത്തിലുള്ള, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൻ്റെ തലത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാരം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കത്തക്ക രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഏറ്റവും വെട്ടിക്കൽ തേറുന്ന പരമലയിലേക്ക് മാറാൻ പല കാരണങ്ങളുണ്ട് പരിണത്തിന് വേണ്ടി. അതിൽ കണക്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ടീച്ചറായിരുന്നു പരിണത്തിന് വേണ്ടി. ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്കും വിശ്വാസികൾക്കും നല്ല നോളജുണ്ട്, ബട്ട് നോ സ്പിരിച്വൽ എക്സ്പീരിയൻസ്. നോളജുണ്ട്, സ്പിരിച്വൽ എക്സ്പീരിയൻസ്. ഇന്നത്തെ കാലത്ത് വേറെ കാര്യം കൂടെ പറയാറുണ്ട്. ദർ ആർ പീപ്പിൾ ഹു ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് നോളജ് ബട്ട് നോ വിസ്ഡം. ഈ വിസ്ഡം എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ നോളജ് കൂടെ വരത്തുള്ളതാണ് പരിണത്തിന് തെളിയിച്ചത്. സം ഹാവ് ഗോട്ട് എക്സ്പീരിയൻസ് ബട്ട് നോട്ട് നോളജ്. ചിലർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ നോളജ് ഇല്ല. ഇത് രണ്ടും ഒന്നിച്ച് മേർജ് ചെയ്തിരുന്ന ഒരു തിരുമേനിയായിരുന്നു പരിണത്തിരുമേനി. തിരുമേനി വാസ് എ ഗ്രേറ്റ് ടീച്ചർ ഹു ഗോട്ട് ബോത്ത് ദീസ് തിങ്സ് മേർജ് with knowledge as well as experience, as well as wisdom, as well as spiritual knowledge. All his disciples also got the same, imbibed these qualities from him in different measurements. പല രീതിയിൽ
അദ്ദേഹത്തിൻ്റെ പല ഡിസൈബിൾസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെയാണ് ഇപ്പം ഞാൻ പേര് വീണ്ടും പറയുന്നില്ല. അവർക്കെല്ലാം തിരുമേനിയുടെ ഓരോരോ ക്വാളിറ്റീസ് ഓരോരോ സമയത്ത് ശരിയായ രീതിയിൽ ആടുകളെ മേയിക്കത്തക്ക രീതിയിൽ അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിരുന്നു, അവർക്കത് ഉപയോഗിക്കാൻ പറ്റിയിരുന്നു. നമ്പർ 10, ഹി വാസ് എ റൈറ്റർ ആൻഡ് ഒറേറ്റർ. റൈറ്ററുമായിരുന്നു, ഒറേറ്റർ എന്നാൽ എന്തുവാ, നല്ലൊരു എഴുത്തുകാരനുമായിരുന്നു, നല്ലൊരു പ്രാസംഗികനുമായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് റൈറ്റർ ആസ് വെൽ ആസ് എ ഗ്രേറ്റ് ഒറേറ്റർ. നമുക്കറിയാം ജെറുസലേമിൽ പോയതിനെ പറ്റിയുള്ള ജെറുസലേം യാത്രാ വിവരണം മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാവലോഗ്സ് ആയിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. സോ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ, ദാറ്റ് ഇസ് എ പ്രൂഫ് ഓഫ് ഹിസ് extraordinary writing skills in Malayalam language. But when we go through his available writings, we could also see his orating ability also. അങ്ങനെ 2 പുസ്തകങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഈ ഒരു പുസ്തകം പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിൽ ഉപപാഠ പുസ്തകമായിട്ട് പഠിപ്പിച്ചിരുന്നതാണ്. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെ പറ്റിയും അദ്ദേഹത്തിൻ്റെ കൽപ്പനകളെ പറ്റിയും ഉള്ളൊരു പഠനമാണ്. ഈ പുസ്തകങ്ങൾ കാണിച്ചു തന്നതിൻ്റെ ഉദ്ദേശം പുസ്തകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്യുന്നതിന് ഒരുപോലെ തൽപരനും ദൈവത്താൽ പ്രത്യേകമായിട്ട് കഴിവ് നൽകപ്പെട്ടവനുമായിരുന്നു ഭരണത്തിൽ എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. 11ാമതായിട്ട് പറയാനുള്ളത്, ഹി വാസ് എ ഗ്രേറ്റ് ഇൻ്റർസെസർ. ഇൻ്റർസെസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യസ്ഥനായിരുന്നു, സ്വർഗീയ മധ്യസ്ഥനായിരുന്നു. സ്വർഗവുമായിട്ടുള്ള ഡയറക്റ്റ് ബന്ധമുള്ള യേശുക്രിസ്തുവിനോട് അടുത്ത് നിൽക്കുന്ന, മധ്യസ്ഥരായിട്ട് നിൽക്കുന്ന പരിശുദ്ധന്മാരോട് പറഞ്ഞാൽ കേൾക്കുമെന്നുള്ള വിശ്വാസം അനുസരിച്ചാണ് നമ്മൾ പരിശുദ്ധന്മാരോട് നമ്മുടെ കാര്യങ്ങൾ പറയുകയും അവരത് ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്കായിട്ട് കാര്യങ്ങൾ സാധിച്ചിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു മധ്യസ്ഥനായിരുന്നു, അങ്ങനൊരു ശക്തനായിട്ടുള്ള മധ്യസ്ഥനായിരുന്നു. ഇൻ ഹിസ് ലൈഫ് പീപ്പിൾ ബിലീവ്ഡ് ഇൻ ഹിസ് സ്പിരിച്വൽ പവർ. അപ്പം ദൈവത്തിൻ്റെ പവറിനേക്കാളും വലിയൊരു പവറായിട്ടല്ല ഭരണത്തിന് വേണ്ടി കരുതിയിരുന്നത്. ഹിസ് സ്പിരിച്വൽ പവർ ആൻഡ് ഹിസ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് വാസ് അക്സെപ്റ്റഡ് ബൈ ദ പീപ്പിൾ ഓഫ് ദാറ്റ് ടൈം ആൻഡ് ത്രൂ വിച്ച് he had witnessed great things and miraculous healing in തിരുമേനി's time. അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഒരു രോഗശാന്തിയോ ഒരു അത്ഭുതമോ അല്ല ദൈവത്താൽ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി പബ്ലിസിറ്റി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞാൻ, നിങ്ങൾ ഉൾപ്പെടുന്ന ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ മറ്റെല്ലാ സഭകളും. തിരുമേനിയുടെ ഒരു പ്രത്യേകത, ഹി നെവർ വാണ്ടഡ് എനി പബ്ലിസിറ്റി അറ്റ് ഓൾ. ലൈക്ക് അവർ ലോർഡ് ആൻഡ് മാസ്റ്റർ ജീസസ് ക്രൈസ്റ്റ്, ഹി ഡിഡ് എവറിത്തിങ് ഇൻ പ്രൈവസി. പരമാവധി ജനങ്ങളെ അറിയിക്കാതെ. നമ്മൾ ബൈബിളിനകത്ത് വായിച്ചിട്ടുണ്ട്, യേശു ക്രിസ്തു ജനങ്ങളുടെ തള്ളിക്കയറ്റം കാരണം വേറെ സ്ഥലത്തോട്ട് മാറിപ്പോയി. യേശു ക്രിസ്തു ഒരു അത്ഭുതം നടന്നതിന് ശേഷം ആ അത്ഭുതം സ്വീകരിച്ചവരോട് പറയുന്നു, നീ ഇതാരോടും പറയരുത്. ഒരാളിനെ രോഗത്തിൽ നിന്ന് സൗഖ്യം കൊടുത്തതിന് ശേഷം പറഞ്ഞു, നീ പോയി പുരോഹിതന്മാരെ മാത്രം കാണിക്കും. അപ്പം ദൈവം അറിയണം, ജനങ്ങൾ അറിയണം. എന്തിനാണ്? ദൈവത്തിൻ്റെ ഹിതം അവരിൽ കൂടെ പ്രവർത്തിക്കുന്നു അറിയാൻ വേണ്ടിയാണ്. സെയിം മെൻറ്റാലിറ്റി അത് ഭരണത്തിലായിരിക്കും. ഹി നെവർ വാണ്ടഡ് എനി ഓഫ് ഹിസ് ഡീഡ്സ് to be publicized. He never did anything for publicity's sake. ഇന്നത്തെ കാലത്തെ പിതാക്കന്മാർ, ഞാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള സഭാമക്കളും അറിഞ്ഞിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ്. 10 പൈസ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഫോട്ടോ എടുത്ത് പത്രത്തിൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. 10 പൈസ എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് പറഞ്ഞാണെങ്കിൽ പോലും ആത്യന്തികമായിട്ട് വി ഡോണ്ട് വാണ്ട് പബ്ലിസിറ്റി ഫോർ എനിത്തിങ് ഡൺ ഇൻ ഗോഡ്സ് നെയിം എന്നുള്ള കാര്യം മനസ്സിലാക്കി ആയിരിക്കണം ഈ പരിണത്തിൻ്റെ ജീവിതത്തിൽ കൂടെ നമ്മളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. His life was an example in the sense God works in this world through the saints even after this earthly lives. ഈ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസിൻ്റെ അന്ത്യത്തിലേക്ക് വരികയാണ്. Many churches were built inside and outside Kerala in the name of Mar Gregorius. Many saints were remembered in our liturgies. ആ സെയിൻസ് എല്ലാം കേരളത്തിലോ ഇന്ത്യയിലോ ജനിച്ചവരോ മിക്കവാറും വരും. നമ്മൾ പറയുന്ന മാർ അത്തനേഷ്യസ്, മാർ സ്റ്റേവേറിയസ്, മാർ അപ്രേം, മാർ ബാലായി, ഇവരാരും കേരളത്തിലോ ഇന്ത്യ ജനിച്ചില്ല. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു സെയിൻറ്റിനെ പറ്റി ആദ്യമായിട്ട് നമ്മുടെ വിശുദ്ധ കുർബാനയിലും 5ാം ദുബ്ദാനിൽ ഒക്കെ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ട് റീസൺ തിരുവനെ പോലുള്ള ഒരു സെയിൻറ്റ് നമ്മളോടൊപ്പം ജീവിച്ചിരുന്നുള്ളതാണ്. അതൊരു ജീവിക്കുന്ന ഒരു എക്സാമ്പിൾ, ഇപ്പോഴും ജീവിക്കുന്നു. അദ്ദേഹം
കബറടക്കപ്പെട്ടു, പക്ഷേ ഇപ്പോഴും ജീവിക്കുന്നു ജനങ്ങളുടെ മനസ്സിൽ കൂടെ, അല്ലേ? ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ച് അദ്ദേഹത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവരുടെ മനസ്സിലും അത് കേട്ടറിയുന്ന നമ്മുടെ മനസ്സിലും ജീവിക്കുകയാണ്. എ ലോട്ട് ഓഫ് സ്കൂൾസ്, കോളേജസ്, ഓർഫനേജസ് ആൻഡ് സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ഇൻ ഹിസ് നെയിം. ദർ ഇസ് എ ഹോസ്പിറ്റൽ ഇൻ പരുമല. നേരത്തെ പരുമലയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്പിറ്റൽ അടുത്ത കാലത്ത് തിരുമേനിയുടെ മധ്യസ്ഥതയിലും പ്രാർത്ഥനയിലും മാത്രം ലോകം മൊത്തം അറിയുന്ന ഒരു ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്ററായിട്ട് അത് വളർന്നിരിക്കുകയാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു ഹോസ്പിറ്റൽ ഒരു ഇൻ്റർനാഷണൽ ക്യാൻസർ സെൻ്ററായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സഭയുടെ സാമ്പത്തിക ശക്തി മാത്രമല്ല, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ സഭയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്, സാക്രിഫൈസ് ബിഫോർ ഗോഡ്, അങ്ങനെ പല കാര്യങ്ങൾ മേർജ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സഭയ്ക്കൊരു ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള പല എക്സാമ്പിൾസും സഭയുടെ നേട്ടങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പരുമല തിരുമേനിയുടെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത് നവംബർ 2-ാം തീയതിയാണ്. ഇപ്പം നവംബർ 2-ാം തീയതി പരുമലയിൽ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അതിനടുത്ത ഞായറാഴ്ച സഭയിലെ എല്ലാ പള്ളികളിലും അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് കുർബാന ചൊല്ലുകയും പെരുന്നാളുകളായിട്ട് തന്നെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻ സ്പിരിറ്റ്, ദിസ് സെയിൻറ്റ് ലൈക്സ് ദ ഡിവോട്ടീസ് ടു ഗ്രോ ഇൻ സ്പിരിച്വാലിറ്റി വിത്ത് അൺസീസിങ് പ്രെയർ, ബട്ട് ഫാസ്റ്റിംഗ്, വർഷിപ്പ്, purity of life and concern for the needy and poor in society, irrespective of caste or creed. നമ്മൾ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുന്നുണ്ടേ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു നേർച്ച ഇട്ടിട്ട് പോകുന്നുള്ളതല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 1 രൂപയും 2 രൂപയും നേർച്ച ഇട്ട സാധനം ഇന്ന് ചിലപ്പോൾ ആയിരങ്ങളായിരിക്കും നേർച്ച ഇടുന്നത്. പക്ഷേ അങ്ങനെ നേർച്ച ഇട്ടിട്ട് പോകാൻ നല്ല പരുവത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നത്. അൺസീസിങ് പ്രെയർ, ഫാസ്റ്റിംഗ്, വർഷിപ്പ് ആൻഡ് പ്യൂരിറ്റി ഓഫ് ലൈഫ് ആൻഡ് ഓഫ് കോഴ്സ് കൺസേൺ ഫോർ ദ നീഡി ആൻഡ് പൂർ. ഇത് എല്ലാ ജനങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് പരുമല തിരുമേനിയുടെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഈ സ്പിരിറ്റ് ആക്ച്വലി ഇൻഡയറക്ട്ലി, സൈലൻ്റ്ലി ഈസ് സേയിങ് ടു us that we have to not donate money to him or in the church that is built in his name, but we have to live growing in spirituality and unceasing prayer, fasting, worship, purity of mind and with concern to the needy and poor. Imitate his saintly life as he imitated the life of Jesus Christ. ജീസസ് ക്രൈസ്റ്റിൻ്റെ ലൈഫ് ഇമിറ്റേറ്റ് ചെയ്യാൻ പരുമല തിരുമേനി ശ്രമിച്ചതുപോലെ നമ്മളും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പരുമല തിരുമേനിയുടെ ജീവിതം നമ്മളോട് വിളിച്ചു പറയുന്നത്. സോ ദാറ്റ് ഈസ് ദി മെസ്സേജ് ഹിസ് ലൈഫ് ഈസ് സ്റ്റിൽ ടെലിങ് അസ്. 2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു നമുക്ക് അവസാനിപ്പിക്കാം. പരുമല തിരുമേനിയുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു 3-4 മിറക്കിൾസിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻറ്റ് സേയിങ്സിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു 3-4 അഡീഷണൽ മിറക്കിൾസിനെ പറ്റി അല്പം കൂടി ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിനെ കുറച്ച് സേയിങ്സ് പറഞ്ഞ ശേഷം നമുക്ക് ഈ ചാപ്റ്റർ അവസാനിപ്പിക്കാം. ഒരിക്കൽ പരുമല തിരുമേനി സന്ധ്യാ നമസ്കാരത്തിന് ശേഷം ഇന്നത്തെ പഴയ പള്ളിയുടെ സമീപത്ത് പമ്പയാറിൻ്റെ സൈഡിലെ കടവിൻ്റെ സൈഡിലേക്ക് നടക്കുമായിരുന്നു. ഇന്നത്തെ പോലെ ഇലക്ട്രിസിറ്റി ഇല്ല, വെട്ടമില്ല. പക്ഷേ വൈകിട്ടത്തെ ഒരു കാറ്റ് കൊള്ളാൻ വേണ്ടി ആ സമയത്ത് നടന്ന സമയത്ത് ദൂരെ കടവിനോട് ചേർന്ന് വെയിലിനടുത്ത് ഓൾമോസ്റ്റ് ഒരു വെള്ള വസ്ത്രം ധരിച്ച ഒരു രൂപം അവിടെ നിൽക്കുന്നതാണ്. അപ്പം തിരുമേനി ചോദിച്ചു, ആരാ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. ശരിയായ രീതിയിൽ ഉത്തരം കിട്ടി. വീണ്ടും ചോദിച്ചു, ആരാ അവിടെ നിൽക്കുന്നത് ചോദിച്ചു. അപ്പം ചെറുതായിട്ട് ആ രൂപം നനങ്ങി. വീണ്ടും ചോദിച്ചു, എന്തിനാണ് അവിടെ നിൽക്കുന്നത്. അപ്പോഴും ശരിയായ രീതിയിൽ ഉത്തരം കിട്ടിയില്ല. അപ്പം തിരുമേനി കയ്യിലുള്ള സ്ലീവ ഉയർത്തി 3 പ്രാവശ്യം ആ രൂപത്തെ നോക്കി 3 പ്രാവശ്യം കുരിശു വരച്ചു. ഒരു അലർന്ന ശബ്ദത്തോടുകൂടി ആ രൂപം പമ്പയാറിൻ്റെ സൈഡിലേക്ക് ഓടിപ്പോയി മറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അപ്പം തിരുമേനിയെപ്പോലെ ഒരു ദൈവപുരുഷനെ എങ്ങനെയെങ്കിലും വീഴ്ത്താനും തോൽപ്പിക്കാനും അറ്റാക്ക് ചെയ്യാനും പിശാച് കൂടെ നടക്കുമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ജീവചരിത്രം എഴുതിയ ആൾക്കാർ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവത്തോടടുത്ത് നിൽക്കുന്ന ഒരു ദൈവപുരുഷനെ തോൽപ്പിക്കാൻ പിശാചിന് പറ്റത്തില്ലെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു അത്ഭുതമാണ് ഇത്. രണ്ടാമതായിട്ട് തിരുമേനിയുടെ പ്രശസ്തി കേരള ഗവൺമെൻറ് അറിഞ്ഞതിന് ശേഷം അപ്പോൾ തിരുമേനിയെപ്പോലുള്ള പ്രശസ്തനായ വ്യക്തിയുടെ ഒരു ഫോട്ടോ കേരള സ്റ്റേറ്റ് മാനുവൽ എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനകത്ത് പ്രിൻ്റ് ചെയ്ത് റിലീസ് ചെയ്യാനുള്ള സമയമായപ്പോൾ കേരള ഗവൺമെൻറ് തിരുമേനിയോട് പറഞ്ഞു, തിരുമേനിയുടെ ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ തിരുമേനി ഒരിക്കൽ തിരുവനന്തപുരം സിറ്റിയിൽ പള്ളിയിൽ ചെന്ന സമയത്ത് തിരുമേനി അവിടെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനിയുടെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി
ഡിക്രൂസ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ഫോട്ടോഗ്രാഫറിനെ തിരുവനന്തപുരം അടുത്തോട്ട് അയച്ചു. അപ്പോൾ തിരുവനന്തപുരം രാവിലെ മുതലേ തിരുവനന്തപുരം പാളയം പള്ളിയിലുണ്ട്. പക്ഷെ ആ സമയത്ത് ഭയങ്കര ശക്തമായിട്ടുള്ള മഴയും ഭയങ്കര ശക്തമായിട്ടുള്ള ഇടിമുഴക്കവും കാരണം ഈ ഫോട്ടോഗ്രാഫർ, ഇന്നത്തെ പോലുള്ള ആധുനിക സജ്ജീകരണമൊന്നും ഇല്ലാത്ത ഫോട്ടോഗ്രാഫറിന് ശരിയായ രീതിയിലുള്ളൊരു വെളിച്ചത്തിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇദ്ദേഹം രാവിലെ തന്നെ ഫോട്ടോ എടുക്കാൻ വന്നു. രാവിലെ തൊട്ട് ഉച്ചയായി, വൈകുന്നേരമായി, ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂട് ഇരുളുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. തിരുവനന്തപുരത്ത് അന്ന് രാത്രി കഴിഞ്ഞിട്ട് തിരിച്ച് പരുമലയ്ക്ക് പോവുകയും ചെയ്യണം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ലയോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അപ്പം ഡിക്രൂസ് എന്ന് പറഞ്ഞ ഈ പ്രമുഖനായിട്ടുള്ള ഗവൺമെൻറ് അയച്ച ഫോട്ടോഗ്രാഫർ തിരുവേനിയുടെ സ്വന്തം സഹചാരികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ തിരുവേനി ഈ കാര്യം പറഞ്ഞു. തിരുവേനി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറത്ത് വന്നു. അപ്പോഴും മാനം തെളിഞ്ഞിട്ടില്ല, വേണ്ട രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാരണം വെട്ടമില്ല. തിരുവേനി വന്നു, പുറത്തിറങ്ങി വന്നിട്ട് മാനത്തോട്ട് നോക്കിയിട്ട് 3 പ്രാവശ്യം ശ്രീബാ ഉയർത്തി കുരിശ് വരച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ഇന്നത്തെ ഫ്ലാഷ് ലൈറ്റുകൾക്ക് കിട്ടാത്ത പോലെയുള്ളൊരു വെട്ടം കിട്ടിയ ഈ ഡിക്രൂസിൻ്റെ ജീവിതത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോസായിട്ട് തീരത്തക്ക രീതിയിലുള്ള ഒരു ഫോട്ടോ തിരുമേനിയുടെ ഈ മോശം ക്ലൈമറ്റിനുള്ളിൽ എടുക്കാൻ കഴിഞ്ഞു. അതും നമുക്കൊരു പക്ഷേ വിശ്വസിക്കാനൊക്കാത്തൊരു മിറക്കിളാണ്. അപ്പം ദൈവപുരുഷന്മാർക്ക് മാത്രം കിട്ടുന്ന ചില പ്രത്യേക അനുഗ്രഹങ്ങൾ തിരുമേനിക്ക് കിട്ടുന്നുള്ളതുകൊണ്ടാണ് ഇതൊരു മിറാക്കുലസ് ആയിട്ടുള്ള കാര്യമായിട്ട് നടന്നത്. 3, എൻ്റെ അമ്മയുടെ അപ്പൻ, കാരണം എൻ്റെ അപ്പച്ചൻ്റെ ഫസ്റ്റ് കസിനായിട്ടുള്ള കുഞ്ഞുച്ചായ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പറ്റി, അദ്ദേഹത്തിൻ്റെ ജനനത്തെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ കുഞ്ഞുച്ചായൻ്റെ മക്കളില്ലായിരുന്നു. അപ്പോൾ തിരുമേനിയുടെ മധ്യസ്ഥയിൽ, തിരുമേനിയുടെ മരണത്തിന് ശേഷമുള്ള കാര്യം ഞാനീ പറയാൻ പോകും. ഓൾമോസ്റ്റ് തിരുവേനി മരണക്കിടക്കയിലെ 1902 തിരുവേൻ്റെ മധ്യസ്ഥയിൽ, തിരുവേനി മരണത്തിന് ശേഷം തിരുവേൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഒരു കുഞ്ഞിന് വേണ്ടി കുഞ്ഞാൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടപ്പോൾ തന്നെ അവർ ഒരു കാര്യങ്ങൾ പറഞ്ഞു. തിരുവേനി, ഇത് തിരുവേനിയുടെ മധ്യസ്ഥയിൽ തിരുവേനിയുടെ പ്രാർത്ഥന കൊണ്ട് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭ്യമാകുവാണെങ്കിൽ ഇത് അതുകൊണ്ട് തന്നെയാണ് കിട്ടിയെന്നുള്ളതിൻ്റെ ഒരു തെളിവോടെ ഞങ്ങൾക്ക് തരണമെന്നും ഈ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ആദ്യമായിട്ടൊരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്ത പോലെ കിട്ടുകയും ആ ആൺകുഞ്ഞിൻ്റെ ഇടത്ത് കാലിൽ 2 വിരലുകൾ ഒന്ന് ചേർന്നിരുന്ന ഒരു ട്വിൻ ഫിംഗേഴ്സ് പോലെ കാണപ്പെടുകയും ചെയ്ത കാര്യം അവർ പ്രാർത്ഥിച്ചതുപോലെ പരുമല തിരുമേനിയുടെ ഇടത്ത് കാലിലെ 2 വിരലുകളും ട്വിൻ ഫിംഗേഴ്സായിരുന്നു. അപ്പം അവർ പ്രാർത്ഥിച്ചതനുസരിച്ച് തിരുമേനിയുടെ മധ്യസ്ഥതയിൽ കൂടെ തിരുമേനിയുടെ ശരീരത്തിലുണ്ടായതുപോലെ ഒരു തെളിവോടുകൂടി ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിക്കുകയാണ്. ഇന്നത്തെ ഞാൻ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിനൊന്നും വിശ്വസിക്കാൻ പറ്റുമെന്ന് വരത്തില്ല. ഇപ്പം എൻ്റെ അപ്പച്ചൻ്റെ സെക്കൻഡ് കസനായ വ്യക്തിയാണ് ഈ പറഞ്ഞ കുഞ്ഞുച്ചായൻ എന്ന് പറഞ്ഞാൽ അന്ന് ജനിച്ച കുഞ്ഞ്. 4, നമ്മൾ നേരത്തെ കേട്ടിരുന്നു, തിരുമേനി ഒരു ദിവസം രാത്രിയിൽ നോക്കിയുടനെ പിറ്റേ ദിവസത്തേക്ക് ഭക്ഷണമില്ല. ഭക്ഷണം കൊണ്ട് പിറ്റേ ദിവസം ആരും പറയാതെ, ആരും വിളിച്ച് പറയാതെ, ആരും പ്രത്യേകിച്ച് ആരോടും സഹായം അഭ്യർത്ഥിക്കാതെ ദൈവം ക്രമീകരിച്ച പോലെ, ഏലിയാവിനെ കാക്കയാൻ അപ്പം കൊടുത്ത പോലെ പിറ്റേ ദിവസം രാവിലെ ഭക്ഷണമായിട്ട് വരുന്നതിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. തുമ്പവൺ ദേശത്ത് വസൂരി വന്നിടത്ത് തിരുവേനി പോയി നിൽക്കുകയും പ്രാർത്ഥിക്കുകയും വീടുകളിൽ പോയി പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥന നടത്തുകയും വസൂരിക്കായിട്ടുള്ള പ്രാർത്ഥന നടത്തുകയും അവിടുന്ന് വസൂരി ഇന്നത്തെ പോലെ സാനിറ്റൈസ് ചെയ്തതുപോലെ ഒഴിഞ്ഞു പോവുകയും ചെയ്തത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും ഇലാബറേറ്റ് ചെയ്യുന്നില്ല. ഏറ്റവും ലേറ്റസ്റ്റായിട്ട് പറയാനുള്ളത്, എൻ്റെ സഹധർമ്മിണിക്ക് ചെറുപ്പകാലത്ത് കൈകളിൽ അരിമ്പാറ എന്ന് പറഞ്ഞൊരു ചെറിയ അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു ഗ്രോത്ത് പോലൊക്കെ വിരലിൻ്റെ അല്ലെങ്കിൽ മുട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തിരുവൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട്, എൻ്റെ സഹധർമ്മിണി അന്ന് കൊച്ചുകുട്ടിയാണ്, തിരുവൻ്റെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് എൻ്റെ സഹധർമ്മിണിയുടെ മാതാപിതാക്കൾ നൊയമ്പും പ്രാർത്ഥനയും ഒക്കെ എടുത്തുകൊണ്ട് എൻ്റെ കൊച്ചുകുട്ടിയായ എൻ്റെ സഹധർമ്മിണിയും കൊണ്ട് പരുമല പോവുകയും പരുമല പെരുന്നാളിൻ്റെ തലേദിവസം പോവുകയും അവിടെ ചെന്ന് അവിടെ വാഴ്ത്തപ്പെട്ട് വെച്ചിരുന്നതായിട്ടുള്ള അരിയും കുരുമുളകും എടുത്ത് കഴിക്കുകയും അത് കുറച്ച് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വീട്ടിൽ വരികയും പിറ്റേ ദിവസത്തെ വിശുദ്ധ കുർബാന സമയത്തേക്ക് ഈ അരിമ്പാറകൾ എവിടെ പോയെന്നറിയാത്ത പോലെ കൈ ക്ലീനായതായിട്ട് കാണപ്പെടുകയും
അത് ഇന്നും അതുപോലെ നിലനിൽക്കുന്നു എന്നും പറയുന്നത് എൻ്റെ സഹോദരന്മാരുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവമായതുകൊണ്ട് നിങ്ങളൊത്ത് പങ്കുവെക്കുകയാണ്. അപ്പം ഒരു യഥാർത്ഥ ദൈവപുരുഷനെ സംബന്ധിച്ചിടത്തോളം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ലാതാക്കാനോ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ എല്ലാ അത്ഭുതങ്ങളും. അപ്പം ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ഇതാണ് ദൈവം എന്നിൽ കൂടെ സഭയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നതെന്ന് അറിഞ്ഞ് ജീവിച്ചിരുന്ന ഒരു പരിശുദ്ധൻ്റെ ജീവചരിത്രമാണ് നമ്മൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇത് പഠിപ്പിക്കാനിടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ അത് പറയാൻ എനിക്ക് അർഹതയുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് പറയുന്നുണ്ടേ ന്യായമായിട്ടും എനിക്ക് എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന അനുഭവങ്ങൾ പറയുവാണെങ്കിൽ മറ്റേത് ക്ലാസ് പഠിപ്പിക്കുന്നത് പോലെയും ഉള്ളതിനേക്കാൾ ഉപരി ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഓർമ്മപ്പിശകുകളും തെറ്റുകളും വാക്കുകളുടെ പിഴയും ഒന്നുമില്ലാത്തൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഈ പരിശുദ്ധൻ്റെ മധ്യസ്ഥത കൊണ്ട് തന്നെയെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പല അനുഭവങ്ങളും പല കാര്യങ്ങളും പരിമള തിരുമേനിയെ മുൻനിർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ ജീവിതത്തിൽ ലഭ്യമായിട്ടുള്ള കാര്യം ഈ സമയത്ത് ഉള്ളിലൊരു വിറയലോടുകൂടി ഞാൻ പറയട്ടെ. അങ്ങനെ ഒരു പരിശുദ്ധനെ ലഭിച്ച ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ ഇന്നും ശക്തി പ്രാപിച്ച് നിൽക്കുന്നൊരു സഭയിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ മറക്കരുത്, അദ്ദേഹത്തിൻ്റെ ജീവിതം മറക്കരുത്, അദ്ദേഹത്തിൻ്റെ സന്ദേശം മറക്കരുത്. ഈ സന്ദേശവും ജീവിതവും നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും നമ്മുടെ ഇടവകയ്ക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമുക്ക് ബന്ധമുള്ളവർക്കും ഇല്ലാത്തവർക്കും അനുഗ്രഹവും ശക്തിയും ആകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ജീവിക്കാം. നമ്മുടെ ജീവിതം വഴി അത് മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കാം. പാഠത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരികയാണ്. തിരുമേനിയുടെ നാവിൽ കൂടെ പ്രസംഗങ്ങൾ കൂടെ പറഞ്ഞു കേട്ടിരുന്ന രേഖപ്പെടുത്തിയിരുന്ന അനേകം വചനങ്ങളുണ്ട്. അതിൽ 27 നമ്മുടെ പുസ്തകത്തിനകത്തുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യം തോന്നുന്ന ഒരു 5 മാത്രം ഞാനിവിടെ പറയട്ടെ. Prayer is the inspiration of childhood, refuge of youth and peace during old age. ചെറുപ്പകാലത്തെ ഇൻസ്പിറേഷനും യൗവനകാലത്തെ ആശ്രയവും വാർദ്ധക്യകാലത്തെ ആശ്വാസവും. രണ്ടാമതായിട്ട് prayer is in many ways the golden chain that binds this world to the feet of God. ദൈവത്തിൻ്റെ പാതാരവിന്ദങ്ങളുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന സ്വർണ്ണ ചെങ്ങലയാണ് പ്രാർത്ഥന. സ്വർണത്തിൻ്റെ പ്രാധാന്യത്തെക്കാൾ ഉപരി ദൈവവുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തുന്ന സ്വർണ്ണ ചെങ്ങലയാണ് പ്രാർത്ഥന എന്നറിയുവാണെങ്കിൽ നമ്മളെ പ്രാർത്ഥനയുടെ ഉദ്ദേശവും പ്രാധാന്യവും മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് തിരുമേനി നമ്മളോട് വർഷങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഞാനുള്ള പ്രാർത്ഥന ഏറ്റവും കുറവ്. മൂന്നാമതായിട്ട് forgiveness is strength. ക്ഷമിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയായിരിക്കണം. അത് പ്രാവർത്തികമാക്കുന്നതിന് ഒരു നല്ല പേര് കിട്ടുകയും യഥാർത്ഥ മോശയെപ്പോലെയും നോഹയെപ്പോലെയുമുള്ള നീതിമാന്മാരായിട്ടുള്ള ആൾക്കാരെ പോലെ നമ്മൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മക്കളായിട്ട് തീരാൻ അത് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഡെത്ത് ഈസ് അറ്റ് എവരിബഡീസ് ഡോർ. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഏവരുടെയും ജീവിതത്തിൻ്റെ പടിവാതിക്കൽ ജീവിതത്തിനോടൊപ്പം മരണമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ നമ്മളുടെയൊക്കെ സംസാരവും പ്രവൃത്തിയും ദൈവത്തെ മറന്നുകൊണ്ടുള്ള ഓരോ കാര്യങ്ങളും ഈ മരണമുണ്ടെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മളെ തിരുമേനി ഓർമ്മിക്കുക. നെവർ ബി പ്രൗഡ്. പ്രൈഡ് ഈസ് ഫോളോഡ് ബൈ ഫോൾ. ഹ്യൂമിലിറ്റി ഈസ് ഫോളോഡ് ബൈ ഗ്രേറ്റ്നസ്. അഹങ്കാരമോ അഹംഭാവമോ ഉണ്ടാകരുത്. അഹംഭാവം ഉണ്ടാകുന്നതിൻ്റെ പുറകെ വീഴ്ച ഉണ്ടാകും. പക്ഷേ താഴ്മയുള്ളതിൻ്റെ പുറകെ നമുക്ക് മഹത്വം ലഭിക്കുകയും ചെയ്യും. അതുപോലെ 27 നമുക്ക് പറയാനുണ്ടെങ്കിൽ പോലും ഞാനിത് അവസാനിപ്പിക്കുകയാണ്. ഈ പരിശുദ്ധനായ പരിമള തിരുമേനിയുടെ പാതാരവിന്ദങ്ങളിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന ദൈവമായിട്ട് ബന്ധപ്പെടുത്തുന്ന, ദൈവമായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന ആ പൊന്നിൻ ചെങ്ങലയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ആ ശക്തി നമുക്ക് ഏവർക്കും കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ ലെറ്റ് ദി ഇൻ്റർസെഷൻ ഓഫ് പരിമള തിരുമേനി
be an invisible strength to us. May God bless you all.